ഏതൊരു രാജ്യത്തിനെയും സംരക്ഷിക്കേണ്ടവർ അവരുടെ രാജ്യത്തെ പട്ടാളക്കാരാണ്. എന്നാൽ ഈ പട്ടാളക്കാർ രാജ്യത്തെ സംരക്ഷിക്കാതെ ആ രാജ്യത്തെ സർക്കാരിനോട് കലാപം നടത്താൻ പൊട്ടിപ്പുറപ്പെട്ടാലോ? ഇപ്പോൾ കലാപം നടത്തിയതായി പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിലെ സൈനികർ ഇസ്രായേൽ സർക്കാരിനെതിരെ തന്നെയാണ്. കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നും. കാരണം ഇസ്രായേൽ ഗാസയിൽ ഈ സൈനികരെയൊക്കെ ഉപയോഗിച്ച് നടത്തിയ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ വ്യോമസേനയുടെ 1000 സൈനികർ ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള കലാപത്തിലായിരുന്നു. അത് ഗാസയിൽ നടക്കുന്ന ഈ യുദ്ധത്തിന്റെ പുറത്ത് തന്നെ ആകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. 1000 സൈനികരാണ് ഇപ്പോൾ കലാപത്തിനായി ഇസ്രായേൽ കലാപം നടത്തിയെന്ന് ആരോപിച്ച് ഇസ്രായേൽ ഇപ്പോൾ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഈ 1000 സൈനികരെയും കൊല്ലാനായി ഇസ്രായേലിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കർശന നടപടി എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലപാട്. 1000 ഇസ്രായേലി വ്യോമസേനാ സൈനികരാണ് സർക്കാരിനെതിരെ കലാപം നടത്തിയത്. ഇസ്രായേൽ സർക്കാരിന്റെ നടപടികളെ എതിർത്ത് അവർ ഒരു കത്തെഴുതി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ കത്തിൽ ഒപ്പിട്ട എല്ലാ സൈനികർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ നെതന്യാഹു സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം എന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. ലോകമെമ്പാടുമുള്ള സൈന്യങ്ങളിൽ അനുസരണക്കേട്, അതായത് മേലുദ്യോഗസ്ഥരെ അനുസരിക്കാതിരിക്കൽ എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ശിക്ഷയെ ഉണ്ടാകൂ. അവർക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് ആ ശിക്ഷ എന്ന് പറയുന്നത്. പക്ഷേ 1000 സൈനികരെ കൊല്ലാൻ കഴിയില്ല. ഓഫീസർമാരോ ആളുകളോ അദ്ദേഹത്തോട് ജോലി ചെയ്യരുത്, അതായത് ഈ സൈനികരോട് ജോലി ചെയ്യരുത് എന്നും പറഞ്ഞിട്ടില്ല. ബോംബ് ആക്രമണത്തിന് ശേഷം ഹമാസ് ഇപ്പോഴും ബന്ദികളാക്കിയിരിക്കുന്ന 75 പേരെ മോചിപ്പിക്കാൻ വെടിനിർത്തൽ ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നും ഈ സൈനികർ ഇവരോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പലസ്തീനിൽ വെടിനിർത്തൽ വേണം. കാരണം അവിടെയുള്ള ബന്ദികളെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ വെടിനിർത്തൽ ഉണ്ടെങ്കിലേ ഹമാസ് അവർക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞൊരു കലാപം തന്നെ അഴിച്ചുവിട്ടു ഈ സൈനികർ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ സൈനികർ ഒപ്പിട്ട കത്തിൽ പറയുന്നത്, സർക്കാർ സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പോരാടുന്നത്. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിച്ച് അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരികയല്ല ഈ സർക്കാരിന്റെ ലക്ഷ്യം. എന്നിരുന്നാലും സൈന്യത്തിനുള്ളിൽ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കരുത് എന്ന് ഒരു ഉദ്യോഗസ്ഥരും ഇവർക്ക് വാണിംഗ് നൽകിയിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് പോരാടുന്നതിന് പകരം പ്രശ്നങ്ങൾ നേരിട്ട് ഉന്നയിക്കുന്നത് സൈനികരുടെ മനോവീര്യം ദുർബലപ്പെടുത്തുന്ന തരത്തിലാണ് നിങ്ങൾ എന്നും ഈ കത്തെഴുതിയ സൈനികർക്ക് ഒരു മേലുദ്യോഗസ്ഥൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഈ കത്ത് വ്യാഴാഴ്ച മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ചു. വെടിനിർത്തലോ യുദ്ധം അവസാനിപ്പിക്കലോ ആണെങ്കിൽ പോലും ഹമാസ് ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് പറഞ്ഞൊരു ഭാഗം രംഗത്തെത്തുന്നുണ്ട്. എന്നാൽ സൈനികർക്ക് അത് ആവശ്യപ്പെടാൻ സാധിക്കില്ല. സൈനികർ മേലുദ്യോഗസ്ഥരുടെ മറുപടി അല്ലെങ്കിൽ അവരുടെ ഒരു കമാൻഡ് മാത്രം കേട്ടാൽ മതി എന്നുള്ളതാണ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. വീണ്ടും ഗാസ മുനമ്പിലേക്കുള്ള 2 ക്രോസിംഗുകൾ അടച്ചു. ഈ വഴിയിലൂടെയാണ് ഗാസയിലേക്ക് സഹായം എത്തിക്കേണ്ടിയിരുന്നത്. എന്തായിരുന്നാലും അതിനിടയിലാണ് ഇപ്പോൾ 1000 സൈനികർക്കെതിരെ നടപടി ഉണ്ടാകാൻ പോകുന്നു ഇസ്രായേലിന്റെ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.